നമസ്കാരം. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനൊത്ത മറുനാടൻ ഷാജൻ എന്ന് പറയാതെ വയ്യ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കൂ. രാഹുൽ മാങ്കൂട്ടത്തെ വെള്ള പൂശിക്കൊണ്ട് അങ്ങനെ നമ്മുടെ മറുനാടൻ ഷാജൻ കളത്തിലിറങ്ങുകയാണ്. എന്തുകൊണ്ട് വൈകി എന്ന് തന്നെയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നത്. എന്തായാലും ഷാജൻസ്കറിയ ഈ വിഷയത്തിൽ വെള്ള പൂശിക്കൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയോടുകൂടി തന്നെ എല്ലാവർക്കും ഏറെക്കുറെ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഷാജന്റെ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെയാണ്. ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ് ഈ പരാതികളൊക്കെ. ഷാജൻ പറയുന്നു, തന്റെ വീഡിയോയിൽ പറയുകയാണ്, ഈ പരാതിക്കാരുമായി ഞാൻ സംസാരിച്ചിരുന്നു, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ധാരണയൊന്നുമില്ല. ആ പരാതിക്കാർ തന്നോട് പറഞ്ഞത് തങ്ങളോട് മറ്റു പല ആളുകൾ പരാതി പറഞ്ഞിരുന്നു എന്നാണ്. ആ പരാതിക്കാരോട് ഞാൻ സംസാരിച്ചിരുന്നു, അവർക്കും ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് പരാതി ഒന്നുമില്ല എന്നൊക്കെയാണ് ഷാജൻ പറയുന്നത്. അതൊക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഷാജൻ ശ്രമം നടത്തുകയാണ്. മാത്രവുമല്ല, പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് അത് ഇത് ഒക്കെ വ്യാജമാണത്രേ. ഒക്കെ ഷാജൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഷാജൻസ്കറിയ പറയുകയാണ്, താരയുമായി ഞാൻ സംസാരിച്ചിരുന്നു. താര ആരാണ്? ഈ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ ആണ്. ആ താരയുമായി സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്കൊന്നും ഇതിനെപ്പറ്റി ധാരണയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ താരയുടെ കാര്യത്തിൽ നമ്മുടെ ഷാജന് തെറ്റിപ്പോയി. അപ്പോ താര രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ താരയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. പ്രേംകുമാർ എന്ന് പറയുന്ന CPM നേതാവും താരയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. മാത്രമല്ല, ഈ പ്രേംകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താരയെ വിളിച്ചിരുന്നു. ഇപ്പൊ താര ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളൊക്കെ CPM-ന് വേണ്ടിയാണ് എന്ന രീതിയിലൊക്കെ അങ്ങ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഷാജൻ ഒരു നുണ സത്യമെന്ന രീതിയിൽ ഇങ്ങനെ അവതരിപ്പിച്ചത്. അറിയാമല്ലോ, ഷാജൻ ഒരു നുണ സത്യമെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ഒരു കള്ളനാണ്. അങ്ങനെ മൂപ്പര് ഇങ്ങനെ പറയുകയാണ്. ശേഷം ഇപ്പോൾ താര രംഗത്ത് വന്നിട്ടുണ്ട്. താര ടോജോ അലക്സ് ഗംഭീരമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, മോനെ മറുനാടൻ ഷാജ, നിനക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് കൂടി താര പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. താര എന്ന് പറയുന്ന ആ ഒരു നേതാവ്, ആ വനിതാ നേതാവ് നല്ല ക്വാളിറ്റിയുള്ള ഒരു നേതാവായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറയാനുള്ള കാരണം, അതായത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ, ഇയാൾക്ക് വലിയ രീതിയിലുള്ള സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വലിയ വെട്ടിക്കിളികൾ രംഗത്തേക്ക് വരുമ്പോൾ, അയാൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ സ്ത്രീ വിരുദ്ധതക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ അശ്ലീലങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സൈബർ വേട്ട നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് പോലും ആ പാർട്ടിക്കൊപ്പം കോൺഗ്രസിനൊപ്പം തന്നെ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ എന്തായാലും ധൈര്യം കാണിച്ച ഒരു സ്ത്രീയാണ് താര എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി അങ്ങനെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഏതു രീതിയിലുള്ള സൈബർ വേട്ടയ്ക്കാണ് അവർ വിധേയമാകേണ്ടി വന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോ താര ഗംഭീരമായി ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ ആരോപണങ്ങൾ നിഷേധിക്കാത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓഡിയോ ക്ലിപ്പ് വരെ പുറത്തുവിട്ടിട്ടുള്ള ചാനലിലെ ആ ഓഡിയോ സന്ദേശം പോലും നിഷേധിക്കാത്ത സാഹചര്യത്തിൽ, അവർക്കെതിരെ മാനനഷ്ട കേസ് പോലും ഫയൽ ചെയ്യാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഈ നിമിഷം വരെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. സ്വാഭാവികമായും താര അങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തും. അപ്പൊ താര രേഖപ്പെടുത്തിയപ്പോൾ മറുനാടൻ ഷാജൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ മറുനാടൻ ഷാജന്റെ ഒരു പെറ്റാണല്ലോ, പ്രൊഡക്റ്റ് ആണല്ലോ രാഹുൽ മാങ്കൂട്ടം. അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തെ വളർത്തിയെടുത്തത് ഞാനാണെന്ന്. അല്ലെങ്കിലും ഷാജൻ വളർത്തിക്കൊണ്ടുവരുന്ന പല ആളുകളുടെ ഒക്കെ സ്വഭാവം ഇങ്ങനെ ആയില്ലെങ്കിലേ അതിശയമുള്ളൂ. എന്തായാലും താരയുടെ പോസ്റ്റ് നോക്കാം. സംഘപരിവാറിന് വേണ്ടിയും സംഘപരിവാർ കൂലിയെഴുത്തുകാരുടെ വാക്കുകൾ പകർത്തി എഴുതുന്നത് ഒരു മാധ്യമ പ്രവർത്തനമാണെന്നും കരുതുന്ന ഷാജൻസ്കറിയയോടാണ്. ഷാജൻ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അതിന്റെ നേർ എതിർഭാഗമാണ് ശരിയെന്നാണ് എന്റെ രാഷ്ട്രീയ ബോധ്യം. മുസ്ലിം ക്രിസ്ത്യൻ നാമങ്ങൾ കൂട്ടിക്കലർത്തിയ ഫേക്ക് ഐഡികളായും ഗൾഫ് ഐഡികളായും എനിക്കെതിരെ നടത്തിയ വൃത്തികെട്ട ആരോപണങ്ങൾ നിലച്ചു. ഇപ്പോൾ അത് മറുനാടൻ ഷാജൻ വഴി റൂട്ട് ചെയ്ത സ്ഥിതിക്ക് അയാളുടെ പിന്നിലുള്ള ശക്തികൾ ആരാണെന്ന് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു പ്രോക്സി സംഖ്യയുടെ സഹായം കൊണ്ട് ആർക്കെങ്കിലും ഇമേജ് റീബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട് എങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തോറ്റു തുന്നം പാടിയവരുടെ ചരിത്രം അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു എന്ന് അവിടെ പറയുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന സംഖ്യയെ കൊണ്ട് അങ്ങ് സ്വയം നല്ലവനായി മാറാം, നല്ലവനായി ഉണ്ണിയായി മാറാം എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ പണ്ട് ഈ ഷാജൻ പൊക്കി പിടിച്ചുകൊണ്ട് കിടന്ന തോറ്റു തുന്നം പാടിയ രമ്യ ഹരിദാസിന്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ എന്ന് പേരെടുത്തു പറയാതെ എന്തായാലും താര ഓർമ്മപ്പെടുത്തുകയാണ്. നട്ടപ്പാതിരാക്കി എന്റെ ഫോണിൽ വിളിച്ച് ഭീഷണി കലർന്ന സ്വരത്തിൽ സംസാരിച്ചവരും ഷാജൻസ്കറിയുടെ അശ്ലീല സംഘി ചാനലും ഒരേ പാത്രത്തിൽ നിന്നുമാണ് ചാണകം തിന്നുന്നതെന്ന് മനസ്സിലായി. എന്നോട്
ഇതുവരെ സംസാരിക്കാത്ത ഷാജൻ സ്കറിയയാണ് എന്നോട് സംസാരിച്ചു എന്ന പേരിൽ കഥകൾ ഇറക്കുന്നത്. നോക്കൂ, ആ താരയോട് സംസാരിച്ചിട്ടില്ല എന്ന് താര തന്നെ വെളിപ്പെടുത്തുകയാണ്. ആ സ്ഥലത്താണ് ഷാജൻ സ്കറിയ താരയോട് സംസാരിച്ചു എന്ന മട്ടിൽ അയാൾ ഒരു വാർത്ത ചെയ്യുന്നത്. നോക്കൂ, അയാളുടെ വ്യാജ വാർത്തകളുടെ അല്ലെങ്കിൽ അയാളുടെ വ്യാജ വാർത്ത നിർമ്മിതിയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്നും. പിന്നീട് താര ഇങ്ങനെ പറയുന്നു: ഓൺലൈനിൽ എഴുതുന്നത് വഴിയുള്ള അനേകം പരിചയക്കാരിൽ ഒരാൾ മാത്രമായ പ്രേംകുമാർ ഞങ്ങൾ കുറെ വനിതാ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയ്ക്കിടയിൽ എന്നെ വിളിക്കുകയും ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. ചില കേട്ടുകേൾവികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ഗുരുതരമാണ് സ്ഥിതിയെന്ന് അറിഞ്ഞില്ല എന്നും മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. 1-2 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന പ്രേംകുമാറുമായുള്ള സംഭാഷണം ഞാൻ തന്നെയാണ് പ്രിയപ്പെട്ട വനിതാ സുഹൃത്തുക്കളോട് പറഞ്ഞതും. എനിക്കെതിരെ എന്തൊക്കെ ഭീകര തെളിവുകൾ ഉണ്ടെന്നാണ് ഈ വനിതാ സുഹൃത്തുക്കൾ പറയുന്നത്. എന്റെ മേൽ നുണപ്രചാരണം നടത്തി കുറ്റാരോപിതനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അവർ ഞാൻ പ്രേംകുമാറായി ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവ് ഷാജൻ സ്കറിയയ്ക്ക് നൽകുക. കാരണം നിങ്ങൾ ഇനി അയാളുടെ ഹാച്ചറിയിൽ വളരേണ്ട സംഖ്യക്കുഞ്ഞുങ്ങളാണ്. വ്യക്തമായ ബോധ്യത്തിൽ ഊന്നിക്കൊണ്ട് പാർട്ടി നേതൃത്വം ഒന്നാകെ ഒരു നിലപാട് എടുത്തു പുറത്തു നിർത്തിയ വ്യക്തിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവർക്കൊപ്പം നിൽക്കാൻ എന്നിലെ സ്ത്രീയുടെ അഭിമാന ബോധമുള്ള കോൺഗ്രസുകാരിയും അനുവദിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും ഹൈക്കമാൻഡും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തെ അയാൾക്കൊപ്പം ചേർന്ന് നിങ്ങൾ പരിഹസിക്കുകയാണ്. എന്നെ അതിന് കിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ചോര ഇന്നും സിരകളിൽ ഒഴുകുന്ന ഒരു അപ്പന്റെയും അമ്മയുടെയും മകളാണ് ഞാൻ. സ്ത്രീയുടെ അഭിമാന ബോധത്തെ അത്രമേൽ വലുതായി കാണുന്ന ഒരാളുടെ ജീവിത പങ്കാളിയാണ് ഞാൻ. പാർട്ടിയിലെ ദേശീയ നേതാവിന്റെ ജീവിത പങ്കാളിയെ മുതൽ കുറ്റാരോപിതനെതിരെ നിന്ന സകല വനിതാ നേതാക്കളെയും വനിതകളെയും തെറി പറയുന്ന സൈബർ ക്രിമിനൽ സംഘം ലക്ഷ്യം വെക്കുന്നത് ഇനിയൊരു സ്ത്രീയും പരാതിയുമായി മുന്നോട്ട് വരരുത് എന്ന് തന്നെയാണ്. തീർച്ചയായും താര അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഇനി കൂടുതൽ സ്ത്രീകൾ പരാതികളുമായി വരാൻ സാധ്യതയുണ്ടെന്ന് നന്നായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശിങ്കിടി കൊട്ടേഷൻ ടീമുകൾക്കും അറിയാം. അതുകൊണ്ട് അവർ സൈബർ ഇടങ്ങളിൽ പരാതി തുറന്നു പറയുന്ന സ്ത്രീകളെ വളരെ മോശമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തി നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ഇവരെ പിന്തുണയ്ക്കുന്ന ഈ സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെയും ഒക്കെ സമാനമായ രീതിയിൽ ഇവർ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. നോക്കൂ, താര, ഹണി, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, അതുപോലെ ഉമാ തോമസ്, അങ്ങനെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും, രാഷ്ട്രീയം നമുക്ക് പ്രശ്നമല്ല, അങ്ങനെ എല്ലാ പല വ്യത്യസ്ത രാഷ്ട്രീയത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളെയും ഒക്കെ ഇവർ കടന്നാക്രമിക്കുകയാണ്. ഇനി ബാക്കി പറയുന്നു: അശ്ലീല കഥകളും നുണകളും എഴുതി എന്നെ പിന്തിരിപ്പിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. വ്യാജ ആരോപണങ്ങളുമായി പോസ്റ്റ് ഇടുന്നവർക്കും വീഡിയോ ചെയ്തവർക്കും ഫോൺ ഭീഷണി മുഴക്കിയവർക്കും പിന്നെ അവരുടെ പുതിയ പങ്കാളി ഷാജൻ സ്കറിയയ്ക്കും അയാളുടെ അശ്ലീല ചാനലിനുമെതിരെ പരാതി നൽകാൻ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പോവുകയാണെന്നാണ് താര പറയുന്നത്. തീർച്ചയായിട്ടും ഒരു തെളിവുമില്ലെങ്കിലും ഷാജൻ സ്കറിയയ്ക്ക് നുണ പറയാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ്. അയാൾ അത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അത് അയാൾ പലവട്ടം പറഞ്ഞതിന്റെ പേരിൽ അകത്ത് കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാജൻ സ്കറിയ. അത് ഇവിടെയും വീണ്ടും ആവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അയാളുടെ പൊന്നോമന പുത്രനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ ചെറുതാണോ? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വിവാഹാഭ്യർത്ഥന നടത്തി പീഡിപ്പിച്ച് അവസാനം ഗർഭചിത്രം ചെയ്യണമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ അല്ലേ പുറത്തു വന്നിട്ടുള്ളത്? അതുപോലെ തന്നെ എത്ര പെൺകുട്ടികളാണ്, റിനി, അവന്തിക, അങ്ങനെ എത്രയധികം പെൺകുട്ടികളാണ് തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വന്നത്. തുറന്നു പറഞ്ഞ പല പെൺകുട്ടികളും സമാനമായ രീതിയിലൂടെ കടന്നുപോയിട്ടുള്ള പലരും ഞങ്ങളോട് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭയന്നിട്ടാണ് തുറന്നു പറയാത്തത് എന്ന് വെളിപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു, അല്ലെ? അപ്പൊ ആ സാഹചര്യത്തിലും ഷാജൻ സ്കറിയ പറയുന്നു ഈ കുഞ്ഞാട് സൂപ്പർ ആണെന്ന്. ഷാജൻ സ്കറിയ അത് പറയണം. കാരണം ഷാജൻ സ്കറിയ അത് പറഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം. ഈ താര പറഞ്ഞതുപോലെ തന്നെയാണ്, ഷാജൻ ആർക്കൊപ്പം നിൽക്കുന്നു അതിന് എതിർവശത്ത് നിൽക്കുന്ന ആളായിരിക്കും ശരിക്കും നീതിമാൻ. അതാണ് ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം. ഇനി ഹണി ഭാസ്കരൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുകൂടി ഞാനൊന്ന് വായിക്കാം. ഓരോ സംഘർഷങ്ങളിൽ നിന്നും മനുഷ്യൻ ഓരോ പാഠങ്ങൾ പഠിക്കും. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണത്തിൽ നിന്നും ഉൾവിളി ഉണ്ടായ കാര്യം ആക്രമിക്കാൻ യോഗ്യതയുള്ളവർ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. മാങ്കൂട്ടം അനുകൂലികളായവർ, ഞാൻ അടക്കമുള്ള സ്ത്രീകളെ കുറിച്ച് പുട്ടിന് പീരയിടും പോലെ വൃത്തികേട് നിരന്തരം പറയുന്ന ചിലരെ കുറിച്ച് പറയാതെ വയ്യ. നല്ലവനായ മറുനാടൻ, സ്ത്രീകളെ പുലഭ്യം പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത നല്ലവനായ മറുനാടൻ. മറ്റൊന്ന്, തന്റെ സിനിമയിൽ അഭിനയിച്ചു പോയി എന്ന തെറ്റിന് പ്രഷറിന്റെ ഗുളിക കഴിക്കും പോലെ 1 വീതം 3 നേരം മഞ്ജു വാര്യർ എന്ന അഭിനേത്രിക്ക് എതിരെ കുറെ വർഷങ്ങളായി വൃത്തികേട് എഴുതുകയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും വീഡിയോ ചെയ്യുകയും ചെയ്യുന്ന മഹാനുഭാവനെ കുറിച്ചാണ്. പുള്ളി എന്തിനെ കുറിച്ച് എഴുതിയാലും അത് ആ സ്ത്രീയിലെ അവസാനിക്കൂ. മഞ്ജു കൊടുത്ത പരാതിയിൽ പോലീസും അറസ്റ്റും ഒക്കെ കൂടിയായി ഇപ്പോ വേറെ ഏതോ ദേശത്ത് പോയി അക്രമം തുടരുന്നു. അതിനിടയിലാണ് മാങ്കൂട്ടത്തെ അനുകൂലിച്ചും ഞാൻ അടക്കമുള്ളവർക്കെതിരെ പരാമർശം. സ്ത്രീകൾ പോയിട്ട് പാറ്റയും പഴുതാരയും വരെ ഇത്തരം ആൺകൂട്ടങ്ങളിൽ നിന്ന് മാറി നടക്കുമ്പോൾ ആ
ഫ്രസ്ട്രേഷൻ ഒക്കെ സ്ത്രീകൾക്കെതിരെ സൈബർ അറ്റാക്കുകളായി പുറത്തു വരും. പെർവേട്ടുകളുടെ മനഃശാസ്ത്രം അതാണെന്ന് പറയുന്നു. എന്തായാലും ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള നട്ടലുള്ള പ്രതികരണ ശേഷിയുള്ള സ്ത്രീകൾ അവർ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. മൊഴിയെടുക്കാൻ പോവുകയാണ്. ഇതിന്റെ വസ്തുതകൾ തിരഞ്ഞ് ക്രൈംബ്രാഞ്ച് കളത്തിലിറങ്ങുകയാണ്. സത്യം പുറത്തു വരട്ടെ. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടരുത്. പക്ഷേ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് കേരള ന്യൂസ് 60യുടെ നിലപാടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.